ഹലോ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. CBSE 10ലെ ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ സിലബസിൽ 4 ചാപ്റ്റർ ആണ് സയൻസിന്റെ അതിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് നോർമലി അറിയുന്ന ഒരു കാര്യമാണല്ലേ, നമുക്ക് എങ്ങനെയാ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്? ഒരു നോർമൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ണുണ്ട്, കണ്ണ് വെച്ചിട്ട് നമ്മൾ കാണുന്നു എന്ന് പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല ഇരുട്ടുള്ള ഒരു സമയമാണെന്ന് വിചാരിക്കുക, ഒട്ടും ലൈറ്റ് ഇല്ല, നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഉറപ്പായിട്ടും കാണാനും പറ്റില്ല. നമ്മൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ തട്ടി വീഴുകയും ചെയ്യും അല്ലെ, എന്തെങ്കിലും ചുറ്റുമുള്ളത് കാണാൻ പറ്റാതിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നത് കണ്ണുള്ളത് കൊണ്ട് തന്നെയാണ്, പക്ഷെ അതിനെ സഹായിക്കുന്നത് ലൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അല്ലേ? അപ്പൊ ഈ ലൈറ്റ് നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളിൽ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമുക്ക് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് അത് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുന്നത്? ലൈറ്റ് ഒബ്ജക്ട്സിൽ ചെന്ന് തട്ടി അത് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ കണ്ണുകൾ അത് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റിനെ കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൻ ഒബ്ജക്ട് റിഫ്ലെക്ട്സ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. This reflected light, when received by our eyes, enable us to see things. അല്ലെ, ഇനി we are able to see through a transparent medium as light is transmitted through it. ഇനി ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകൾക്കൊക്കെ ജനലിന്റെ പാളികൾ എങ്ങനെയാണ്? ഗ്ലാസ് കൊണ്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ആ ഗ്ലാസ് ത്രൂ കാണാൻ പറ്റും. കാരണം ഗ്ലാസ് ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ് അല്ലേ? അപ്പൊ ഗ്ലാസ് ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, ബിക്കോസ് ലൈറ്റ് അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ലൈറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നു, വാട്ട് മേക്സ് തിങ്സ് വിസിബിൾ എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ കേസിൽ, ഒപ്പേക്ക് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തിവിടുന്നത്. ഇനി ലൈറ്റ് കടത്തിവിടാത്ത ഒത്തിരി വസ്തുക്കളില്ലേ? മരം, നമ്മുടെ വാതിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മരം കൊണ്ടാന്ന് വിചാരിക്കുക, ആ മരം ലൈറ്റ് കടത്തിവിടില്ല അല്ലെ? അപ്പൊ ഈ ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് ലൈറ്റ് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? ലൈറ്റിന് ബെൻഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് സ്ട്രെയിറ്റ് ലൈനിലല്ല പോവുക, അതിന് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും അത് ഹയർ ക്ലാസ്സസിൽ പഠിക്കാനുള്ളത് കൊണ്ടും നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. അപ്പോൾ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ പാത്തില്, അല്ലെങ്കിൽ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വഴിയിലൂടെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ആ ലൈറ്റ് ആ ഒബ്ജക്റ്റിന്റെ അടുത്ത് എത്തുമ്പോൾ അതിന്റെ പാത്ത് ബെൻഡ് ചെയ്യും. സ്ട്രെയിറ്റ് ലൈനിലല്ല പോവുക, അത് ബെൻഡ് ചെയ്യും അവിടെ വെച്ചിട്ട്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഡൈഫ്രാക്ഷൻ ഓർ ഡിഫ്രാക്ഷൻ. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ എന്താ? റിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ റിഫ്ലക്ഷൻ എന്നുള്ളത്? നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസുകൾ എടുക്കാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ മിറർ, നല്ല പോളിഷ്ഡ് ആയിട്ട് ഒട്ടും ഒരു പൊന്തലൊന്നുമില്ലാത്ത നല്ല പ്ലെയിൻ പോളിഷ്ഡ് സർഫസിലേക്ക് ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അത് തിരിച്ച് അവിടെ നിന്ന് പോവുമല്ലേ? അതിനെയാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതാണ് റിഫ്ലക്ഷൻ. ഓക്കെ, അതിൽ റിഫ്ലക്ഷന് ലോസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ മുന്നിൽ ഒരു പ്രയർ നോളജ് പോലെ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിൽ. അതിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏത് ആംഗിളിലാണോ, നമുക്കറിയാം ലൈറ്റ് ഒരു ചെരിഞ്ഞ ആംഗിളിലാണ് വീഴുന്നത്. അപ്പൊ അവിടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോർമൽ വരയ്ക്കും. അങ്ങനെ ആ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ആ നോർമലും ആ ലൈറ്റ് വന്ന് പതിക്കുന്ന ആ റേ, ആ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി അത് ആ ഒരു സർഫസിൽ തട്ടി തിരിച്ചു പോകും. അതിനെയാണ് അപ്പോ നോർമലും ആ തിരിച്ചു പോകുന്ന റേയുടെ ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? പരസ്പരം ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ഇൻസിഡന്റ് റേ എന്ന് വെച്ചാൽ വന്ന് വീഴുന്ന ആ റേ, നോർമല്, അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന റേ, ഇവരെല്ലാവരും ഒറ്റ പ്ലെയിനിലായിരിക്കും. ഒറ്റ പ്ലെയിനിലായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു പേപ്പറിന്റെ, ഒരു ഷീറ്റിന്റെ, നമ്മളൊരു പേപ്പർ എടുക്കാന്ന് വിചാരിക്കുക, അതൊരു പ്ലെയിൻ ആണ് അല്ലെ? എക്സ് വൈ ആക്സിസ് മാത്രം നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത്. എക്സ് വൈ ആക്സിസ് ഒക്കെ നിങ്ങൾ ഗ്രാഫ് വരച്ചപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അങ്ങനെ 2 ഡയമെൻഷൻ ഉള്ള ഏരിയകളെയാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയിനില് ഒരു റേ വന്ന് വീഴും, നമ്മുടെ വരുന്ന റേയും തിരിച്ചു പോകുന്ന റേയും അതിന്റെ നോർമലും എല്ലാവരും ഒരു പ്ലെയിനിലായിരിക്കും എന്നുള്ളതാണ് എന്ത് പറയുന്നത്? നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ രണ്ടാമത്തെ ലോയില് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്
ഒരു പ്ലെയിൻ മിറർ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ മുഖമൊക്കെ നോക്കുന്നതാണ് പ്ലെയിൻ മിറേഴ്സ് അല്ലേ. അപ്പൊ ഈ പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പ്ലെയിൻ മിറേഴ്സിൽ ഇമേജ് ഫോം ചെയ്യും നമുക്കറിയാം, കാരണം നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കുമ്പോൾ നമ്മളുടെ മുഖം നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്, അതിൽ നമ്മൾ കാണുന്നതാണ് നമ്മളുടെ ഇമേജ് അല്ലേ. അപ്പോൾ ഈ പ്ലെയിൻ മിററിലെ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ എന്താന്നുള്ളത് അത് നമുക്കൊരു തോന്നല് മാത്രമാണെന്നാണ് അർത്ഥം. ആ ഇമേജ് അവിടെ ശരിക്കും ഫോം ചെയ്യുന്നില്ല, അത് നമ്മുടെ ഒരു തോന്നല് മാത്രമാണ് അവിടെ ഒരു ഇമേജ് ഉണ്ടെന്ന് എന്നുള്ളതാണ് വെർച്വൽ എന്ന വാക്കിന്റെ അർത്ഥം. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റേ ഡയഗ്രാംസ് വെച്ച് ഇമേജ് ഫോർമേഷൻ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തരാം അത് എന്തുകൊണ്ടാണ് വെർച്വൽ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നതെന്ന്. ഇനി ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ തല കുത്തനെയുള്ള ഇമേജ് അല്ലല്ലോ നമ്മൾ കാണുന്നത്, നമ്മുടെ നേരെയുള്ള ഇമേജ് ആണ്, നമ്മൾ നേരെ നിൽക്കുന്ന ഇമേജ് ആണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും നമ്മുടെ അപ്സൈഡ് ഡൗൺ ഇമേജ് അല്ല നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ. നമ്മളെപ്പോഴും ഈ പ്ലെയിൻ മിററിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇമേജ് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത് വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സെക്കൻഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാം, സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ഒബ്ജെക്ട്. ഇനി ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സൈസിന് ഈക്വൽ ആണ്. ഇപ്പൊ ഞാനിവിടെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്, എനിക്കൊരു 4-5 അടി ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ ഹൈറ്റ് മീൻസ് ആ ഇമേജിൽ, അതുപോലെ എനിക്കൊരു ഞാൻ ഇച്ചിരി ഫാറ്റി ആണെന്ന് വിചാരിക്കാം, തടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അവിടെ കണ്ണാടിയിൽ കാണുമ്പോൾ ഞാൻ മെലിഞ്ഞിട്ടായിരിക്കില്ലല്ലോ ഉണ്ടാവുക, ഞാൻ എന്തോരം ഇപ്പൊ ഉണ്ടോ അത്രയും ഉള്ള 5 അടിയുള്ള ആ തടിയുള്ള ആള് തന്നെയായിരിക്കും എങ്ങനെ ഉണ്ടാവുക, ആ കണ്ണാടിയിലും ഉണ്ടാവുക. അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ മിററിന്റെ മുന്നിൽ, കണ്ണാടിയുടെ മുന്നിൽ നിന്നും, പ്ലെയിൻ മിററിന്റെ മുന്നിൽ നിന്നും ഒരു 2 മീറ്റർ പുറകിലേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഇമേജ് കണ്ണാടിയുടെ ഉള്ളിൽ എങ്ങനെ തന്നെയായിരിക്കും? 2 മീറ്റർ ഉള്ളിലേക്കായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് അർത്ഥം. ഇമേജ് ഒബ്ജക്റ്റ് എവിടെയാണോ ഉള്ളത്, എത്ര ദൂരത്താണോ നിൽക്കുന്നത് അത്രയും ദൂരത്ത് തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക എന്നാണ് മൂന്നാമത്തെ പോയിന്റിന്റെ അർത്ഥം. ഇനി നാലാമത്തത് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മളുടെ ഇമേജ് അതിൽ ഫോം ചെയ്യുന്നത് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തുമ്പോൾ എന്റെ റൈറ്റ് ഹാൻഡ് അവിടെ ഉയർന്ന പോലെയാണ് എനിക്ക് തോന്നാം. അതുപോലെ ഇവിടെ ഞാൻ റൈറ്റ് ഉയർത്തുമ്പോൾ ഇമേജിൽ എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ഉയർന്നത് പോലെ ആയിരിക്കും തോന്നാം. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ആദ്യത്തത് വെർച്വൽ ആൻഡ് ഇറക്റ്റ്, രണ്ടാമത്തത് സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് തുല്യമായിരിക്കും. ഇനി ദ ഇമേജ് ഫോംഡ് ഈസ് ആസ് ഫാർ ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്ട് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. എത്ര അകലെയാണോ ഇമേജ് ഒബ്ജക്ട് നിൽക്കുന്നത് അത്രയും അകലെ തന്നെ ആയിരിക്കും ഇമേജ് ഉള്ളിൽ ഉണ്ടാവാന്ന് അർത്ഥം. ഇനി ഇമേജ് എങ്ങനെയാണ്? ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. ഇത് 4 ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് മിറർ ആണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സ് ഇപ്പൊ എങ്ങനെയാ നമുക്ക് കൂടുതൽ മനസ്സിലാവാം? നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ അതിന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്തും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തും നമ്മുടെ മുഖം നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സാധാരണ ഒരു പ്ലെയിൻ മിററിൽ നമ്മുടെ മുഖം എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവാം അല്ലെ. കുറച്ച് വലുതും ചെറുതുമായിട്ട് കുറച്ച് വേരിയേഷൻസ് ഉള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. അപ്പൊ അത് രണ്ടും എങ്ങനത്തെ സർഫസുകളാണ്? സ്പെറിക്കൽ സർഫസുകളാണ് ആ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ ആ 2 സ്പെറിക്കൽ സർഫസുകളിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് വ്യത്യസ്തമാണെന്ന് നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്പെറിക്കൽ മിറേഴ്സിനെ നമുക്ക് എങ്ങനെ പറയാം? മിറേഴ്സ് whose reflecting surfaces are spherical. മിറേഴ്സ് എങ്ങനെയുള്ളതായിരിക്കും? അവര് റിഫ്ലക്റ്റിംഗ് സർഫസുകൾ എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിരിക്കും. അങ്ങനെയുള്ള മിറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്പെറിക്കൽ മിറേഴ്സ്. ഇനി 2 തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണത്? കോൺകേവ് മിററും കോൺവെക്സ് മിററും. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഗുഹ എങ്ങനെയായിരിക്കണം? ഉള്ളിലേക്ക് പോകുന്ന ഒരു സംഭവമായിട്ടാണ് ഗുഹ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. കേവ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിലേക്ക് നമ്മളുടെ ഗുഹ ആലോചിച്ച് നോക്കാം, നിങ്ങൾ കേവ് ആലോചിച്ച് നോക്കാം. അതുപോലെ തന്നെയായിരിക്കും കോൺകേവ് മിറർ. ഈ ഇമേജിൽ കാണാം ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഈ ഉൾവശമായിരിക്കും. ഇതിനെയാണ് നമുക്ക് കേവ് സർഫസ് അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മിറേഴ്സിന് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയും. ഇനി കോൺവെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം. അപ്പൊ ഈ സെക്കൻഡ് ഇമേജ് നോക്ക്, അതിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾക്ക് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമായിരിക്കും അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് മിററാണ്? അതാണ് കോൺവെക്സ് മിറർ. അപ്പോ കോൺകേവ് മിറർ എന്ന് പറയുന്നത്
ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന ഭാഗം, കർവ് ചെയ്ത് ഉള്ളിലേക്ക് നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയും. ഇനി പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് മിറർ എന്ന് പറയും? കോൺവെക്സ് മിറർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പെറിക്കൽ മിറേഴ്സ് ആണ് ഉള്ളത്. കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. കോൺകേവ് മിറർ എന്ന് പറയുന്നത് കർവ്ഡ് ഇൻവേർഡ്സ് ആണ്. കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ സ്പെറിക്കൽ മിറർ whose reflecting surface is curved inwards, that is faces towards the center of the sphere. ഇനിയിപ്പോ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആക്കാന്ന് വിചാരിക്കാം. സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആ കംപ്ലീറ്റ് ചെയ്ത് സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ ഈ കോൺകേവ് മിററിന്റെ സെന്റർ എന്ന് പറയുന്നത് ഉള്ളിലേക്കായിരിക്കും വരുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഈ കോൺകേവ് മിറർ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം? സെന്റർ ഓഫ് ദ സ്പിയറിലേക്കാണ്. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും മനസ്സിലാക്കാം. സ്പിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യണത്? നമ്മളുടെ ഈ സ്പിയറിന്റെ ഉള്ളിലേക്കാണ്, സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇനി സ്പെറിക്കൽ മിറർ whose reflecting surface is curved outwards, പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നത് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ലൈറ്റ് പതിക്കുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ്, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള മിറേഴ്സ് നമ്മൾ പഠിച്ചു, സ്പെറിക്കൽ മിറേഴ്സ്. ഓക്കെ, ഇനി അടുത്ത നമ്മള് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇപ്പൊ മിറേഴ്സിന്റെ രണ്ട് മിറേഴ്സ് നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടേമുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് എന്താന്നുള്ളത്. എന്നാലാണ് നമുക്ക് ഇനി ഫർദർ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ ഇപ്പുറത്ത് കണ്ടു അല്ലെ. രണ്ട് സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ കണ്ടു. ഈ രണ്ട് സ്പെറിക്കൽ മിറേഴ്സിന്റെ ആ മിററുകൾക്ക്, ഈ രണ്ട് സ്പെറിക്കൽ മിറേഴ്സിന് ആ മിററുകൾക്ക് ഒരു സെന്റർ ഉണ്ട്. ഓക്കെ, ആ മിററുകളുടെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു സെന്റർ ഉണ്ട്. കോൺവെക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പുറംവശമാണ് അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു സെന്റർ ഉണ്ട് അല്ലെ. ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ പോൾ എന്ന് പറയുന്നത്. അപ്പൊ ദി സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കോൾഡ് ആസ് പോൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. അത് ആ സർഫസിന്റെ സെന്ററിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സർഫസ് പാർട്ടിലാണ് അത് ഉണ്ടാവുക. അല്ലാണ്ട് സ്പിയറിലെ സെന്ററിലല്ല, റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്ററിലാണ്, മിററിലാണ് ഉണ്ടാവുക. മിററിന്റെ സർഫസിലാണ് അത് ഉണ്ടാവുക. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ P വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഫോംസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ഭയങ്കര കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നമ്മളുടെ രണ്ട് മിറേഴ്സ് എടുക്കാന്ന് വിചാരിക്കാം. കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും എടുക്കാന്ന് വിചാരിക്കാം. അതിന് രണ്ടിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സ്പിയറുകൾ കിട്ടും. രണ്ട് സ്പിയറുകളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. ആ രണ്ട് സ്പിയറിനും എന്തുണ്ട്? സർക്കിൾ ഉണ്ട്, സെന്റർ ഉണ്ട്. സോറി, സർക്കിൾ അല്ല, സെന്റർ ഉണ്ട്. ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ടൈം എന്താണ്? നമ്മുടെ ഈ രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസുകളും, സ്പെറിക്കൽ മിററിന്റെ രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസുകളും ഒരു സ്പിയറിന്റെ പാർട്ടാണ്. മീൻസ് രണ്ടെണ്ണം രണ്ട് സ്പിയറിന്റെ പാർട്ടായിരിക്കും. ഓക്കെ, സ്പിയേഴ്സിന്റെ പാർട്ടാണ്. ആ സ്പിയറുകൾക്ക് സെന്റർ ഉണ്ട്. ആ സെന്ററിനെയാണ് നമ്മളിപ്പോ ഒരു കോൺവെക്സ് മിറർ എടുക്കുകയാണെങ്കിൽ ആ കോൺവെക്സ് മിറർ ഒരു സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അതിന് ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മളുടെ സ്പെറിക്കൽ മിറേഴ്സ് അവരൊരു സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സിമിലർലി നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മളുടെ സ്പെറിക്കൽ മിറർ പാർട്ടായിട്ടുള്ള സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും. ഡെഫിനറ്റ് ആയിട്ടും സ്പിയേഴ്സിന് റേഡിയസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളുടെ സ്പെറിക്കൽ മിറർ പാർട്ടായിട്ടുള്ള സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും? ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഫോംസ് എ പാർട്ട് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. എന്താണ്? മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് നമ്മളുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ടുള്ള സ്പെറിക്കൽ മിറർ ഒരു സ്പിയറിന്റെ പാർട്ടാണ്. ആ സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്
ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ പോൾ ഉണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഏതിൽ കൂടെ പാസ് ചെയ്യാണ്? നമ്മുടെ പോളിൽ കൂടെയും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും പാസ് ചെയ്യാണ്. അങ്ങനെയുള്ള ആ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോൾ ആൻഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ. പോളിൽ കൂടെയും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും കടന്നു പോകുന്ന ആ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് നോർമൽ ടു ദ മിറർ അറ്റ് ഇറ്റ്സ് പോൾ. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ് അർത്ഥം അല്ലെ. ഒരു സർഫസുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കും, അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസിന് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എത്ര ടേംസ് പഠിച്ചു? ആദ്യം പഠിച്ചത് പോളാണ്, സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. രണ്ടാമത് പഠിച്ചത് സെന്റർ ഓഫ് കർവേച്ചർ, സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. മൂന്നാമത് പഠിച്ചത് റേഡിയസ് ഓഫ് കർവേച്ചർ, ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇവിടെ എന്താ എഴുതി വെച്ചിട്ടുള്ളത് നോക്ക്. എ നമ്പർ ഓഫ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന നമ്പർ, ഒത്തിരി റേസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അവരെല്ലാവരും കോൺകേവ് മിററുമ്മ ചെന്ന് തട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം അവരെല്ലാവരും ഒരൊറ്റ പോയിന്റിൽ പോയിട്ട് മീറ്റ് ചെയ്തു, കൂടിച്ചേർന്നു, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവിടെ ഒരൊറ്റ പോയിന്റിൽ പോയിട്ട് ജോയിൻ ചെയ്തു. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്ക്, ഇവിടെ ഈ ഒരു എ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ? നിങ്ങൾ ഈ ആദ്യത്തെ എ എന്ന് പറഞ്ഞ പിക്ചറിൽ എ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അതാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഒത്തിരി റേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നല്ല നേരെ വരകൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ആ എല്ലാ ലൈൻസിന്റെയും ഡോട്ടഡ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് വളരെ അകലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, അറ്റ് ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ആണ്. അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെ വളരെ അകലെയുള്ള ഒബ്ജക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ വളരെ അകലെയുള്ള ഒബ്ജക്റ്റിൽ നിന്നും എന്താണ് റേസ് വരുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, വളരെ അകലെയുള്ള ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന റേസ് പാരലൽ ആയിരിക്കും എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കാം. വളരെ അകലെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന റേസ് പാരലൽ റേസ് ആയിരിക്കും. അപ്പൊ ഈ പാരലൽ റേസ് വന്നു, അത് എന്ത് ചെയ്തു? നമ്മുടെ മിററിന്റെ സർഫസിൽ, റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് തട്ടി, അത് റിഫ്ലക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ ഈ നടുക്കത്തെ വരെയാണ്, ഈ ആഷ് കളർ ലൈനാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ചെന്ന്, ആദ്യത്തെ റേ വന്നു, റിഫ്ലക്ട് ചെയ്തു, ഒരു പോയിന്റിൽ കൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ വന്നു, റിഫ്ലക്ട് ചെയ്തു, ആ സെയിം പോയിന്റിലൂടെ കടന്നുപോയി. മൂന്നാമത്തെ റേ വന്നു, റിഫ്ലക്ട് ചെയ്തു, അതേ പോയിന്റിലൂടെ കടന്നുപോയി. നാലാമത്തെ റേയും സെയിം പോയിന്റിലൂടെ തന്നെ ഈ റേകൾ കടന്നു പോവാണ്. ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഏത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് കോൺകേവ് മിറർ അല്ലെ. ഈ കോൺകേവ് മിറർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഈ പാരലൽ റേസ് ഒക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇന്റർസെക്ട് ചെയ്യുന്നു നമുക്ക് പറയാം, മീറ്റ് ചെയ്യുന്നു നമുക്ക് പറയാം. ആ പോയിന്റിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാണ്? കോൺകേവ് മിറേഴ്സിനെ നമ്മൾ കൺവേർജിങ് മിറേഴ്സ് എന്നും കൂടെ പറയും. എന്ത് പറയും? കോൺകേവ് മിറേഴ്സ് ആർ കോൾഡ് ആസ് കൺവേർജിങ് മിറേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറേഴ്സ് ആണ്. ഇവിടെ എന്താ സംഭവിക്കണേ നോക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ്, അതിൽ നിന്ന് വരുന്ന ഡോട്ടഡ് റേസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ ഡോട്ടഡ് എന്ന് കൊടുത്തിട്ടുള്ളത്? എന്താ അകലേന്ന് വരുന്നതാണെന്ന് മനസ്സിലായി. പിന്നെ പാരലൽ റേസ് ആണ്. പാരലൽ റേസ് എന്തുകൊണ്ടാണ് പാരലൽ റേസ്? കാരണം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ്, ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ആണ്, അപ്പോൾ പാരലൽ റേസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോ ഈ പാരലൽ റേ വന്നു, റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി, അത് എങ്ങോട്ടേക്കോ പോയി, ഇപ്പുറത്തേക്ക് പോയല്ലേ. ഇനി അടുത്ത റേ വന്നു, അത് വേറെ ഡയറക്ഷനിൽ പോയി. പിന്നത്തെ റേ വന്നു, അത് അതിലൂടെ തന്നെ തിരിച്ചു പോയി. നെക്സ്റ്റ് റേ വന്നു, വേറെ ഡയറക്ഷനിൽ പോയി. അടുത്ത റേ വന്നു, അടുത്ത ഡയറക്ഷനിലേക്ക് പോയി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാ റേസും പല ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോവാണ് സംഭവിച്ചത് അല്ലെ. വന്നു, റിഫ്ലക്ട് ചെയ്തു, പല ദിശകളിലേക്ക്, പല ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്ത് പോയി. അതിനെ നമ്മൾ ചെറുതായിട്ട് എക്സ്ട്രാ, അല്ലെങ്കിൽ നമ്മൾ പിന്നിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചിത്രത്തില്. ഡൈവേർജ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളെ നമ്മൾ പുറകിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതെല്ലാവരും കൂടെ ആ
പ്രിൻസിപ്പൽ ആക്സിസിലുള്ള, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഈ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ നിന്നുമാണ് ഈ റേസ് ഒക്കെ പോകുന്നതെന്ന് നമുക്ക് തോന്നി. ഓക്കെ, അപ്പൊ ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, ശരിക്കും അവരെല്ലാവരും കൂടെ അവിടെ പോയിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല, ആ പോയിന്റിൽ നിന്നുമല്ല അവർ വരുന്നത്. പക്ഷെ നമുക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ അവരെല്ലാവരും ആ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നി. അപ്പൊ ആ പോയിന്റിനെയാണ് നമ്മൾ ഒരു കോൺവെക്സ് മിററിന്റെ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ്, അപ്പൊ ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു പാരലൽ റേസ് വന്നു, അവരെല്ലാവരും പല വഴിക്ക് എന്താണ് ഡൈവേർജ് ചെയ്ത് പോവാന്ന് പറഞ്ഞല്ലേ. അവരങ്ങനെ പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് പറയാം? അവരാണ് കോൺവെക്സ് മിറേഴ്സ് ആണ്, ഡൈവേർജിങ് മിറേഴ്സ്. അപ്പൊ കോൺകേവ് മിററിൽ പാരലൽ റേസ് വന്നു, ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്തു, അപ്പൊ നമ്മൾ അതിനെ കൺവേർജിങ് മിറർ എന്ന് വിളിച്ചു. കോൺവെക്സ് മിററിന്റെ കേസിലോ വന്നു, അവരെന്ത് ചെയ്തു? പല വഴിക്ക് ഡൈവേർജ് ചെയ്ത് പോയി, അപ്പൊ അവരെ നമ്മൾ ഡൈവേർജിങ് മിറർ എന്ന് വിളിച്ചു. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ നമ്പർ ഓഫ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ ഫോളിംഗ് ഓൺ എ കോൺകേവ് മിറർ. ഒരുപാട് പാരലൽ റേസ് വന്ന് കോൺകേവ് മിററിൽ വന്ന് ഫോളോ ചെയ്തു. ദേ ആർ ഓൾ മീറ്റിംഗ് ആൻഡ് ഇന്റർസെക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ മിറർ. എപ്പോ? റിഫ്ലക്ഷന് ശേഷം അവരെല്ലാവരും പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടു. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ കോൺകേവ് മിറർ. ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പോയിന്റ് ഈ സെക്കൻഡ് ലൈനിൽ വേണേ, എന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ സെക്കൻഡ് പാർട്ട് നോക്ക്. കോൺവെക്സ് മിററിന്റെ കേസിൽ ദ റിഫ്ലക്റ്റഡ് റേസ് അപ്പിയർ ടു കം ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. റിഫ്ലക്റ്റഡ് റേസ് എങ്ങനെയാണ്? ഒരു പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഒരു പോയിന്റിൽ നിന്നും വരുന്നതായിട്ട്, അപ്പിയർ ടു കം, വരുന്നത് പോലെ നമുക്ക് തോന്നി. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ. ആ പോയിന്റിനെയാണ് ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ട് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫും കൂടെയാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ. പോൾ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ ആണ്. അപ്പൊ ആ പോള് തുടങ്ങി നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ, ആ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് നോൺ ആസ് ഫോക്കൽ ലെങ്ത്. അത് ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എഫ് അല്ല, സോറി, സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എഫ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്തത്? പ്രിൻസിപ്പൽ ഫോക്കസിനെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇവിടെ ഫോക്കൽ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മളുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് നമ്മൾ കണ്ടു അല്ലെ. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗമാണ്. നമ്മളെ മുന്നിലേക്കുള്ള ഇമേജ് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് പോയി കാണിച്ചു തരാം. അപ്പൊ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഡയാമീറ്റർ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് ബൈ ആൻഡ് ലാർജ് സ്പെറിക്കൽ. ദ സർഫസ് ദെൻ ഹാസ് എ സർക്കുലർ ഔട്ട്ലൈൻ. സർക്കുലർ ഔട്ട്ലൈൻ ഉണ്ട്. അതിന്റെ ഡയാമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അതിന് റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഡയാമീറ്റർ, ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഡയാമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ, അതിനൊരു ഡയാമീറ്റർ ഉണ്ട്. ആ ഡയാമീറ്ററിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഫോർ സ്പെറിക്കൽ മിറേഴ്സ് ഓഫ് സ്മോളർ അപ്പർച്ചർ, കുഞ്ഞ അപ്പർച്ചർ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതും. അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ കുഞ്ഞ അപ്പർച്ചറുകളുള്ള സ്പെറിക്കൽ മിറേഴ്സിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ട്വൈസ് ആയിരിക്കും, 2 times ഫോക്കൽ ലെങ്ത് ആയിരിക്കും എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ 6 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. R is equal to എന്താണ്? 2f ആണ്. 2f എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എഫ് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ കുഞ്ഞ് അപ്പർച്ചർ ഉള്ള സ്പെറിക്കൽ മിറേഴ്സിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2 times its ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഞാൻ അപ്പർച്ചർ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു മിറർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ എം എന്ന് എന്നിലേക്ക് ഞാനൊരു വര വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. വെച്ചാൽ ഈ ഒരു ഭാഗമാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ആദ്യം നമ്മളൊരു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് 2 ഉണ്ട്. പിന്നെ നമ്മൾ പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഇമേജിന്റെ. പിന്നെ നമ്മൾ 2 സ്പെറിക്കൽ മിറേഴ്സ് പറഞ്ഞു. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് പോള്, പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ, പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ, പിന്നെ പ്രിൻസിപ്പൽ ഫോക്കസ്, പിന്നെ ഫോക്കൽ ലെങ്ത് പറഞ്ഞു, പിന്നെ അപ്പർച്ചർ പറഞ്ഞു. അങ്ങനെ കുറച്ച് ടേംസും പിന്നെ
റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പും ആണ് പറഞ്ഞത്. R is equal to 2f എന്നുള്ള ഈ റിലേഷൻഷിപ്പും ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.